അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം അധ്യായം 1. നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു യേശുവിന്റെയും കൽപ്പനയാൽ അപ്പോസ്തലനായ പൗലോസ് എന്ന ഞാൻ വിശ്വാസത്തിൽ എന്റെ വിശ്വസ്തപുത്രനായ തിമോഥെയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും നിനക്ക് കൃപയും കരുണയും സമാധാനവും ഉണ്ടാകട്ടെ. ഞാൻ മാസിഡോണിയയ്ക്ക് പോയപ്പോൾ നിന്നോട് ആവശ്യപ്പെട്ടിരുന്നതുപോലെ നീ എഫെസോസിൽ താമസിക്കുക. വ്യത്യസ്തമായ ഉപദേശങ്ങൾ പഠിപ്പിക്കരുതെന്നും വിശ്വാസത്തിലുള്ള ദൈവിക പരിശീലനത്തിനല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമറ്റ വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കുവാനാണ് അവിടെ താമസിക്കേണ്ടത്. ആജ്ഞയുടെ ഉദ്ദേശ്യമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, ആത്മാർത്ഥ വിശ്വാസം, ഇവയിൽ നിന്നുളവാകുന്ന സ്നേഹം തന്നെ. ചിലർ ഇവയിൽ നിന്നകന്ന് വഴിതെറ്റി വൃഥാവാദങ്ങളിൽ ഏർപ്പെട്ട് ന്യായപ്രമാണം പഠിപ്പിക്കുന്നവരാകുവാൻ ആഗ്രഹിക്കുന്നു. തങ്ങൾ പറയുന്നതോ സ്ഥാപിക്കുന്നതോ എന്താണെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. ന്യായോചിതമായി പ്രയോഗിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണം നല്ലത് തന്നെയെന്ന് നമുക്കറിയാം. നീതിമാന്മാർക്ക് വേണ്ടിയല്ല, പിന്നെയോ അധർമ്മികൾ, അനുസരണം കെട്ടവർ, അഭക്തർ, പാപികൾ, അശുദ്ധർ, അനാത്മികർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകർ, ദുർവൃത്തർ, സ്വവർഗഭോഗികൾ, നരാപഹാരികൾ, വ്യാജഭാഷകർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നിവരെയും പദ്യോപദേശ വിരുദ്ധമായ മറ്റെല്ലാ കാര്യങ്ങളെയും ഉദ്ദേശിച്ചത്രേ ന്യായപ്രമാണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വാഴ്ത്തപ്പെട്ട ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന തേജസ്സുള്ള സുവിശേഷത്തിന് അനുരൂപമായിട്ടുള്ളതാണ് ഈ പദ്യോപദേശം. എനിക്ക് ശക്തി നൽകി എന്നെ വിശ്വസ്തനായി പരിഗണിച്ച് തന്റെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ച നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിനെ ഞാൻ സ്തുതിക്കുന്നു. മുമ്പ് ഞാൻ ദൈവദൂഷകനും പീഡകനും നിഷ്ഠൂരനും ആയിരുന്നു. എങ്കിലും അവിശ്വാസത്തിൽ അറിവില്ലാതെ പ്രവർത്തിച്ചതായതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ എന്നിലേക്ക് കവിഞ്ഞൊഴുകിയിരിക്കുന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യവും തികച്ചും അംഗീകാരയോഗ്യവും ആയ വചനമാകുന്നു. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു നിത്യജീവൻ പ്രാപിക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമായി പാപികളിൽ ഒന്നാമനായ എന്നിൽ തന്റെ അളവില്ലാത്ത ദീർഘക്ഷമ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. നിത്യരാജാവും അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ഉണ്ടാകട്ടെ. ആമേൻ. മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് അനുസൃതമായി ഈ നിർദ്ദേശം ഞാൻ നിനക്ക് നൽകുന്നു. വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയ്ക്കൊത്തവണ്ണം നീ നന്നായി പോരാടുക. ചിലർ നല്ല മനസാക്ഷി ഉപേക്ഷിച്ച് അവരുടെ വിശ്വാസക്കപ്പൽ തകർത്തു കളഞ്ഞു. ഹൂമനയോസും അലക്സാണ്ടറും ഇക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവർ ദൈവദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു.